കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ താല്പര്യം കാണിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങൾ പിന്നെയും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മളെ പിന്നെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധനെ നീ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ലോകത്തിൽ നമ്മൾ കണ്ണുകളെ ഉയർത്തി നോക്കിയാൽ ഏകദേശം സാഹചര്യങ്ങളും വിഷയങ്ങളൊക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവജനം വളരെ ഒരുക്കത്തോടെ ഈ ദിവസങ്ങളായിരിക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അല്പസമയത്തെ വചനചിന്തയ്ക്കായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഓർപ്പിച്ച വിഷയങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ച് അത് നമ്മൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽക്കാലം വചനധ്യാനത്തിനായി വേദപുസ്തകം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ അത് വായിച്ചാൽ നമുക്ക് അനുഗ്രഹമാകട്ടെ, നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനിടയാകട്ടെ. പുറപ്പാട് പുസ്തകം അതിൻ്റെ 14-ാമത്തെ അധ്യായം, അതിൻ്റെ ചില വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം. എക്സഡസ് chapter 14 and I'll be looking into few verses. Exodus chapter 14 and words 10 and 11. ആ വാക്യങ്ങളാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ സംസാരിക്കുവാൻ ശരണപ്പെടുന്നത്. അവിടെ വായിക്കുന്നത്, and when Pharaoh drew near, the children of Israel lifted their eyes, and behold, the Egyptians marched after them, so they were very afraid. And the children of Israel cried out to the Lord. Then they said to Moses, because there were no graves in Egypt, have you taken us away to die in the wilderness? രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവിടെ പറയുവാനുള്ളത്. The children of Israel lifted their eyes. They were afraid. They cried out to the Lord. 10-ാമത്തെ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത്, ഇസ്രായേൽ ജനം അവരുടെ കണ്ണുകളെ തല ഉയർത്തി അവർ നോക്കി. They lifted their eyes. പിന്നെ അവരെന്താ കണ്ടത്? മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് അവർ കണ്ടത്. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് മിസ്രൈമ്യർ പുറകെ വരുന്നതാണ്. എന്ത് സംഭവിച്ചു? അവരേറ്റവും ഭയപ്പെട്ടു. ഭയത്തിന്റെ മധ്യത്തിൽ അവർ എന്താ ചെയ്തത്? ദൈവത്തോട് നിലവിളിച്ചു, യഹോവയോട് നിലവിളിച്ചു. എന്നാൽ 11-ാമത്തെ വാക്യത്തിൽ വരുമ്പം അവര് ദൈവത്തോട് നിലവിളിച്ചെങ്കിലും 11-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവര് മോശയോട് കംപ്ലൈന്റ് ചെയ്യാൻ, അല്ലേ? മോശയോട് കംപ്ലൈന്റ്, അതെ, അവർ മോശയോട് കംപ്ലൈന്റ് ചെയ്യുവാനായിട്ട് തുടങ്ങി. 2 വാക്യത്തിൽ തന്നെ പെട്ടെന്ന് വന്ന വ്യത്യാസങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അന്നേരം ഞാൻ വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. അന്നേരം ഫറവോനും സൈന്യവും അടുത്തു വന്നിരിക്കുകയാ, അല്ലേ? ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈം പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. എന്താ ഭയപ്പെടാൻ കാരണം? ദൈവത്തിന്റെ, ശ്രദ്ധിച്ചു കേൾക്കണമേ, എന്നാ ഭയപ്പെടാൻ കാരണം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ചില മണിക്കൂറുകളിൽ, ഐ ഡോണ്ട് നോ ഹൗ മച്ച് ടൈം ഇറ്റ് ഹാസ് ടേക്കൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മിസ്രൈമിലായിരുന്ന ഈ ജനത്തെ ദൈവത്തിൻ്റെ ശക്തമായ ബലമായ ഭുജം കൊണ്ട്, കരം കൊണ്ട് വിടുവിച്ച്, ദൈവിക പ്രവർത്തികൾ കൊണ്ട് വിടുവിച്ച് എടുത്തുകൊണ്ട് വന്ന ഒരു ജനമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളാൽ, അവരുടെ ബലം കൊണ്ടോ അവരുടെ ശക്തി കൊണ്ടോ അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ ആലോചന കൊണ്ടൊന്നുമല്ല മിസ്രൈമിൽ നിന്ന് അവർക്ക് പുറപ്പെടുവാൻ കഴിഞ്ഞത്. മനസ്സിലാക്കണമേ ദൈവവചനം. അവരുടെ 400 പരം വർഷങ്ങൾ, more than 400 years in the land of Egypt, അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർക്ക് ഈ സ്ലേവറിയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് അവിടുന്ന് ഒരു വിടുതൽ എങ്ങനെയാ കിട്ടിയത്? ദൈവം വിടുതൽ അയച്ചപ്പോൾ, ദൈവത്തിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ആ അടിമത്തത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടായി.
വചനം മനസ്സിലാക്കണമേ ദൈവവേദലേ. നാളുകളായി നമ്മെ ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങൾ, നാളുകളായി നമ്മുടെ മുകളിൽ അധികാരം, ചിലർക്ക് അധികാരം, the things which have authority over us, അതിന്മേൽ നമുക്ക് നമ്മുടെ ബലം കൊണ്ട് ഒരു പക്ഷേ ജയം എടുക്കുവാൻ കഴിയത്തില്ലായിരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തോട്ട് കരയുവാൻ അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു വിടുതൽ അയക്കുവാനായിട്ട് ഇടയായി. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ ദൈവപൈതലേ, ഏത് വിഷയങ്ങളാണെങ്കിലും, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളാണെങ്കിലും ശത്രു എത്ര നമ്മളെ ബന്ധിച്ചു വെച്ച് നമ്മുടെ അനുഗ്രഹങ്ങളോ നമ്മുടെ ഏത് വിഷയത്തിന്മേലും ഹല്ലേലൂയ ശത്രു ബന്ധിച്ചു വെച്ചിട്ടുണ്ടോ അതിന്മേലൊക്കെ നമുക്ക് വിടുതൽ വേണമെങ്കിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. മോശ സ്വന്തം ബലം കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. പലപ്പോഴും വീഴ്ചകളും പലപ്പോഴും താഴ്ചകളും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? സ്വന്തം ബലത്തിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നത് കൊണ്ടാണ്. റൈറ്റ്? അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. സ്വന്തമായ വിവേകത്തിലോ ബുദ്ധിയിലോ ഊന്നരുത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അന്നേരം ഇസ്രായേൽ ജനം ഇന്ന് പുറപ്പെട്ട് ഈ മരുഭൂമിയിൽ അവർ വന്നു. എന്നാൽ പുറപ്പെടുന്നത്, അവർ വിട്ടുവന്നത് അവരെ ഇതുവരെയും വിടാൻ റെഡിയായിട്ടല്ല. പലതും വിട്ടുവന്നെങ്കിലും അവർ പിന്തുടരുകയാണ്. പിന്തുടരുന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയമായിരിക്കുകയാണ്. ആത്മാവിൽ ഞാനൊരു ദൂതിന്ന് പകൽക്കാലം പറയട്ടെ, നിന്നെ പിന്തുടരുന്ന പല വിഷയങ്ങളും കണ്ട് ഭയപ്പെടുന്നുണ്ടോ ദൈവപൈതലേ? നിന്റെ ഭയത്തെ ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ വിട്ടു വന്നിട്ടും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഇസ്രായേൽ ജനത്തിന് ഭയമുണ്ടാകാൻ കാരണമെന്നാ? 400 വർഷം മിസ്രൈമിൽ, more than 400 years they lived in Egypt. ഈ വർഷങ്ങൾ അവിടെ താമസിച്ചത് അവരുടെ ജീവിതത്തിൽ വേദനയുടെ അനുഭവങ്ങളാണ്, പ്രയാസങ്ങളുടെ അനുഭവങ്ങളാണ്. മിസ്രൈമ്യർ അവരെ നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത ഒരനുഭവം അവർക്ക് പറയുവാൻ ഇല്ല. യോസഫിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ, യോസഫിനെ അറിയാവുന്നവരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്കുണ്ടായതെല്ലാം ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അനുഭവങ്ങളാണ്. അന്നേരം ഫറവോനും സൈന്യവും പിന്തുടർന്നു വന്ന് അവരുടെ പുറകാലെ വരുമ്പോൾ അവർ ഭയപ്പെടാൻ കാരണം പിന്നെയും ആ മിസ്രൈമിൽ അവർ ജീവിച്ച അനുഭവങ്ങൾ, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചത്, അവരെ കൊന്നുകളയുവാൻ നോക്കിയത്, അവരെ പിന്തുടർന്നവർ പിന്നെയും അവരെ ഇല്ലാതാക്കി കളയുമോ, വേദനയിലാക്കുമോ, പിന്നെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വേദനയിലും അടിമത്തത്തിൽ മാറുമോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് ഭയപ്പെട്ടു പോകുന്ന അവസ്ഥ. മനസ്സിലാക്കണമേ ദൈവമക്കളെ, ദൈവം ശ്രദ്ധിച്ചു കേൾക്കണമേ, ദൈവം നിന്നെ വേദനയുടെ ഒരനുഭവത്തിൽ നിന്ന് വിടുവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വേദന പിന്നെ നിന്നെ പിന്തുടർന്നാൽ ആ വേദനയെ ഇല്ലാതാക്കി കളയുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കിക്കേ. നീ വിട്ടുവന്ന സാഹചര്യങ്ങൾ, വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ, നിന്നെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, നിന്നെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ, ഹല്ലേലൂയ, വേദനിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് പിന്നെയും നിന്റെ ജീവിതത്തെ കൊണ്ടുപോകുവാനായിട്ട് നോക്കുന്ന, നിന്നെ പിന്തുടരുന്ന അനുഭവങ്ങൾ, അത് നിന്നെ വന്ന് ബലത്തോടെ, നിന്റെ മേൽ ബലം, ഹല്ലേലൂയ, ബലത്തോടെ ശക്തിയോടെ വന്ന് നിന്നെ ഇല്ലാതാക്കി കളയുവാൻ നോക്കുന്നുവെന്ന് വിചാരിച്ച് നീ ഭയപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, പിന്തുടരുന്നേ ഉള്ളൂ, നിന്നെ തൊടുവാൻ കഴിയത്തില്ല. വചനം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയും, നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്നെ ഇറക്കിക്കൊണ്ട് വന്നത് ഹല്ലേലൂയ നിന്റെ ദൈവമാ, വാഗ്ദത്തം തന്നവൻ, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ, മിസ്രൈമിൽ വലിയ സംഹാരം നടത്തിയവൻ, ഹല്ലേലൂയ, നിന്നെ വിടുവിച്ചുകൊണ്ട് വന്നത് നീട്ടിയ ഭുജത്താലെ, ഹല്ലേലൂയ, അവന്റെ ശക്തമായ കരത്താൽ അവൻ നിന്നെ വിടുവിച്ചുകൊണ്ട് വന്നെങ്കിൽ, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിന്നെ പിന്തുടരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പിന്തുടർന്നോട്ടെ, അല്പസമയത്തേക്കിന് മാത്രമേ ഉള്ളൂ. അത് നിന്നെ തൊടുന്നതിന് മുന്നമേ ദൈവം കൈകാര്യം ചെയ്യും. ദൈവമക്കളെ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോനും സൈന്യവും എത്ര ശക്തമായി ബലത്തോടെ നിന്റെ പുറകെ വന്ന് നിന്നെ നശിപ്പിക്കുവാനായിട്ട് ബലത്തോടെ നിന്നെ പുറപ്പെട്ടു വരുമ്പോൾ, നിന്റെ പുറകാലെ വരുമ്പോൾ, ദൈവജനം ഉറപ്പോടെ ഇരിക്കട്ടെ, നിന്നെ തൊടുന്നതിന് മുന്നമേ ദൈവം അത് കൈകാര്യം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ ഒന്ന് പകൽക്കാലം ഒന്ന് ബലപ്പെട്ടെ. ഹല്ലേലൂയ. ശത്രുവിനെ തൊടത്തില്ലെന്ന്, എന്നെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്നെ തൊടത്തില്ലെന്ന്, ഹല്ലേലൂയ, എന്നെ അടിമത്തത്തിലാക്കുന്ന അനുഭവങ്ങൾ ഇനി എന്നെ തൊടത്തില്ലെന്ന് നിന്ന് പകൽക്കാലം ഒന്ന് ഉറപ്പോടെ ഒന്ന് ആയിരിക്കും ദൈവ പൈതലേ. ഹല്ലേലൂയ. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ അനുഭവങ്ങൾ ഒത്തിരി വേദനിപ്പിക്കുന്നതാണ്. മിസ്രൈമിൽ കഴിഞ്ഞ അനുഭവങ്ങൾ സന്തോഷത്തിന്റെ അനുഭവങ്ങളല്ല, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, പ്രയാസത്തിന്റെ, അടിമയുടെ, ഹല്ലേലൂയ, വളരെ കഷ്ടതയുടെ അനുഭവങ്ങളാണ്. അതെല്ലാം ഓർക്കുമ്പോൾ ഭയമുണ്ടാകുന്നുണ്ട്. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ച ദൈവപൈതലേ, നീ ഭയപ്പെടേണ്ട. കാരണം നിന്നെ വേദനിപ്പിക്കുവാൻ വരുന്ന ഫറവോനെയും സൈന്യത്തെയും നിന്നെ തൊടാൻ പോലും ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ടോ? ഉറപ്പോടുന്നിരുന്ന ദൈവവേദന ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ദൈവമാണെന്നെ ഇറക്കി പുറപ്പെടുവിച്ചു കൊണ്ടുവന്നെന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ഡു യു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഗാഡ് ഹു ഹാസ് കോൾഡ് യു? Do you believe that it is the Lord who has delivered you? Do you believe that it is the Lord who has brought you out from the land of Egypt? ഹല്ലേലൂയ. ദൈവമാണ് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഫറവോൻ എത്ര ബലത്തോടെ നിന്റെ പുറകെ വന്നാലും, ഹല്ലേലൂയ, അവന്റെ നാശത്തിന്റെ കാലമായിട്ടുണ്ട്, അവന്റെ നാശത്തിന്റെ സമയമായിട്ടുണ്ട്. ഹല്ലേലൂയ. ബലത്തിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ, അവന്റെ ശക്തിയിൽ ആശ്രയിച്ച്, കുതിരയിൽ ആശ്രയിച്ച്, രഥങ്ങളിൽ ആശ്രയിച്ച്, ഹല്ലേലൂയ, ബലമില്ലാത്ത, രഥങ്ങളില്ലാത്ത, കുതിരകളില്ലാത്ത, മിലിറ്ററി പവർ ഇല്ലാത്ത, ഹല്ലേലൂയ, ക്ഷീണിതരായ ഈ ജനത്തെ അവരുടെ ബലം കൊണ്ട് നശിപ്പിച്ചു കളയുമെന്ന് ചിന്തിച്ച് പിൻപറ്റുന്ന ഒരു സൈന്യത്തെ, ഹല്ലേലൂയ, നോക്കി നീ ഭയപ്പെടുന്ന നിമിഷങ്ങളിൽ, ഹല്ലേലൂയ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്നുള്ള വചനഭാഗം ഇന്ന് പകൽക്കാലം ഓർക്ക് ദൈവ വൈതലേ. ഹല്ലേലൂയ. ഭയപ്പെട്ടു, എന്നാൽ ബലത്തോടെ വരുന്ന ഈ സൈന്യത്തെ, അല്ലെങ്കിൽ ബലത്തോടെ നിന്നെ കീഴടക്കുവാൻ വരുന്ന ഈ സൈന്യത്തെ നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, അവരെ തോൽപ്പിക്കുന്നത്, ഹല്ലേലൂയ, സർവശക്തനായ ദൈവമാ, നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കിക്കേ, ശത്രു നിന്റെ പിന്നാലെ ഇന്ന് പകൽക്കാലമുണ്ടോ? നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ നോട്ടം വെച്ചിരിക്കുകയല്ലേ? ഹല്ലേലൂയ, ഇല്ലാതാക്കി കളയണം. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ, ഹല്ലേലൂയ, അവർ ഇല്ലാതാക്കി കളയണം. അവർ നന്മ പ്രാപിക്കരുത്, അവർ മുൻപോട്ട് പോകരുത്, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കരുത്. ഇവർ കടന്നുപോയാൽ, കൈവിട്ടുപോയാൽ അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ദൈവം അവർക്ക് വേണ്ടി ആഗ്രഹിച്ചത് അവർ നേടിയെടുക്കും. ഹല്ലേലൂയ. വിഷയം എന്താണ്? ഇസ്രായേൽ ജനം സ്വന്തം ബുദ്ധിയിൽ, സ്വന്തം ശക്തിയിൽ ഇറങ്ങിയതല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമായി ഇറങ്ങി പുറപ്പെട്ടത്. അന്നേരം മനസ്സിലാക്കണമേ, ദൈവഹിതപ്രകാരം ഇറങ്ങി പുറപ്പെട്ട ഒരു ദൈവത്തിന്റെ ജനത്തെ, ദൈവത്തിന്റെ പൈതലിനെ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, തലമുറയെ പിൻപറ്റുന്ന ഒരു ശത്രു ഉണ്ട്. ഹല്ലേലൂയ. നീ വാഗ്ദത്തങ്ങൾ ഏറ്റെടുക്കരുത്, വാഗ്ദത്ത നാട്ടിൽ കിടക്കരുത്, അത്ഭുതങ്ങൾ കാണരുത്, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നീ കാണരുത്, ഈ മരുഭൂമിയിൽ ദൈവം നിന്നെ നടത്തുന്ന വിധങ്ങൾ നീ കാണരുത്, ദൈവിക സൗഖ്യങ്ങൾ, ദൈവിക സമാധാനങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നതൊന്നും നീ കാണരുതെന്ന് വിചാരിച്ച് നിന്നെ മരുഭൂമിയിൽ തന്നെ കൊന്നൊടുക്കണമെന്നുള്ള വിചാരത്തോടെ പിൻപറ്റുന്ന ശക്തികൾ നിനക്ക് പിന്നാലെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ബലപ്പെട്ടേ ദൈവ പൈതലേ, വാഗ്ദത്തം പ്രാപിച്ച ഒന്നിനെ ശത്രു തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ടോ? നിന്റെ തലമുറയ്ക്ക് ഒരു വാഗ്ദത്തമുണ്ടോ? ദൈവമാണോ നിന്നെ ഇറക്കി പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത്? ഇത്രത്തോളം ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ, മിസ്രൈമിൽ അവന്റെ രാജ്യത്തിൽ നീ ആയിരുന്നപ്പോൾ അവന് നിന്നെ തൊടുവാൻ അനുവദിക്കാതെ സംഹാരകനെ അയച്ച് ബലത്തോടെ, ശക്തിയോടെ നിന്നെ ഇറക്കിക്കൊണ്ടു വന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ ശത്രു നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ തൊടുന്നതിന് മുന്നമേ അവൻ നഷ്ടമായി പോകും.
ഇന്ന് പകൽക്കാലം ബലപ്പെട്ടേ ദൈവ പൈതലേ, ബലപ്പെട്ടേ ദൈവ പൈതലേ, നിന്റെ തലമുറയെ ശത്രു തൊടത്തില്ല, വാഗ്ദത്തങ്ങളെ ശത്രു തൊടത്തില്ല, ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ ശത്രു തൊടത്തില്ല. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾക്കായി ഈ ഹല്ലേലൂയ നിന്നെ ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശത്രു നിന്നെ തൊടുന്നതിന് മുന്നമേ, ഇന്ന് പകൽക്കാലം ഞാൻ ഊന്നി പറയട്ടെ, പിന്നെയും പറയട്ടെ, ശത്രു നിന്നെ തൊടുന്നതിന് മുന്നമേ, നിന്റെ തലമുറയെ തൊടുന്നതിന് മുന്നമേ, നിന്നോട് അടുത്തു വരുന്നതിന് മുന്നമേ, ഹല്ലേലൂയ, അവനെ നാശമാക്കി കളയുവാൻ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. നീ ഹല്ലേലൂയ മുകളിലോട്ട് നോക്കിയാൽ മതി. ഹല്ലേലൂയ. ശത്രുവിനോട് പോരാടാനുള്ള ബലമൊന്നും നിനക്കില്ല എന്ന് ദൈവത്തിന് അറിയാം. കേൾക്കുന്നുണ്ടോ ദൈവ പൈതലേ? നിനക്കതിനുള്ള ബുദ്ധിയോ നിനക്കതിനുള്ള കഴിവോ ഹല്ലേലൂയ നിനക്കതിന് പറ്റത്തില്ല എന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ഹല്ലേലൂയ. ക്ഷീണിതനാണെന്നും യുദ്ധം ചെയ്യുവാൻ അറിയത്തില്ല എന്നും ബലത്തോടെ നിൽക്കാൻ അറിയത്തില്ല എന്നും ഹല്ലേലൂയ ദൈവത്തിന് നിന്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും നിന്റെ വേദനകളും നീ ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവത്തിന് നന്നായി അറിയാം ദൈവ പൈതലേ. അതറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായ ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുമ്പോൾ നിന്നുകൊടുത്താൽ മതി ദൈവ പൈതലേ. ഹല്ലേലൂയ. നിനക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മതി, നേരിടാൻ കഴിയത്തില്ലെന്ന് പറ, ബലമില്ലെന്ന് പറ, ബലഹീനനാണെന്ന് പറ, ഏൽപ്പിച്ചു കൊടുക്ക്. ഇന്ന് പകൽക്കാലം ദൈവമേ, ഈ വരുന്ന സൈന്യം, ഈ വരുന്ന ഫറവോനും കൂട്ടം, ഈ വരുന്ന രഥങ്ങളും കുതിരകളും അതിനോട് നേരിടുവാൻ ബലമില്ല എന്ന് പറ ദൈവ പൈതലേ. നാം ദൈവകരങ്ങളിലേക്ക് വിഷയങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നിന്നോട് ശത്രു എത്ര അടുത്തു വന്നാലും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ, സഭയോട്, ദൈവജനത്തോട് ദൂത് പറയട്ടെ, ദൈവജനം കേൾക്കുന്ന ഹല്ലേലൂയ നിങ്ങളോട് നിങ്ങളുടെ തലമുറകളോടുമുള്ള ദൂത് ഞാൻ പറയട്ടെ, ശത്രു അവരെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനം എന്താ കണ്ടത്? They lifted their eyes. അവർ തലകളെ ഉയർത്തി നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഹല്ലേലൂയ. മിസ്രൈമ്യർ അവരെ പിന്തുടരുന്നതാ കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ തല ഉയർത്തി നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണോ? നീ തല ഉയർത്തി നോക്കുമ്പോൾ നിന്നെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളാണോ നീ കാണുന്നത്? നീ തല ഉയർത്തി നോക്കുമ്പോൾ നിന്നെ നശിപ്പിച്ച് കളയുവാൻ നിൽക്കുന്ന ഒരു സമൂഹത്തെ, ഒരു കൂട്ടത്തെ ആണോ നീ കാണുന്നത്? നീ തല ഉയർത്തി നോക്കുമ്പോൾ ബലവാന്മാരും ഹല്ലേലൂയ വലിയ ശക്തിമാന്മാരുമാണോ നിനക്ക് ചുറ്റും നിൽക്കുന്നത്? ഹല്ലേലൂയ. നീ തല ഉയർത്തി നോക്കുമ്പോൾ ഞാൻ ഇല്ലാതായി പോകുമെന്നുള്ള ഭയമാണോ നിനക്കുള്ളത്? നീ തല ഉയർത്തി നോക്കുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എല്ലാത്തിലും നീ ഇല്ലാതായി പോകുമെന്നുള്ള ഭയമാണോ നിന്റെ ജീവിതത്തിലുള്ളത്? ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ അല്ല ഇല്ലാതായി പോകുന്നത്. ഹല്ലേലൂയ. നീ അല്ല നശിച്ചു പോകുന്നത്. ഹല്ലേലൂയ. നിന്റെ പേരല്ല പോകാൻ പോകുന്നത്. നിനക്ക് ചുറ്റും നിൽക്കുന്ന ശത്രുവിന്റെ സൈന്യമാ നഷ്ടമായി പോകുവാൻ പോകുന്നത്. ഹല്ലേലൂയ. തല ഉയർത്തി നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഭയമുണ്ടോ? തല ഉയർത്തി നോക്കുമ്പോൾ നാളെയെക്കുറിച്ച് നോക്കുമ്പോൾ ഭയമുണ്ടോ? ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തന. മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, തല ഉയർത്തി നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ എന്താ കാണുന്നത്? മിസ്രൈമർ അവർ മാർച്ച് ചെയ്യുകയാണ്, അല്ലേ? മാർച്ച് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? മാർച്ച് ചെയ്യുക. അവർ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, വളരെ പ്ലാൻഡ് ആണ്, മിലിറ്ററി സ്ട്രാറ്റജിയിലാണ്, ഇവരെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനോ ഒരു പ്ലാനുമില്ല, ഒരു സ്ട്രാറ്റജിയുമില്ല. വർഷങ്ങളായി അടിമത്തത്തിൽ കടന്നുകൊണ്ട് മിലിറ്ററി പവർ ഒന്നുമില്ല, യുദ്ധം ചെയ്യുവാനൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യത്തില് 8-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുന്നുണ്ട്, അവർ യുദ്ധസന്നദ്ധരായിട്ടൊക്കെയാണ് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ മിസ്രൈമിന്റെ വലിയ സൈന്യത്തെ കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. മിസ്രൈം ജനം ഹല്ലേലൂയ സൈന്യം മാർച്ച് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവർ ഭയപ്പെട്ടു പോയി. മനസ്സിലാക്കുന്നുണ്ടോ ദൈവവചനം ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ.
പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജിയോടുകൂടെ ഹല്ലേലൂയ ശക്തമായി കുതിരകളുമായി രഥങ്ങളുമായി ഹല്ലേലൂയ വളരെ ശക്തിയോടെ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുവാൻ വരുന്ന ഹല്ലേലൂയ ആ കൂട്ടത്തെ, ആ സൈന്യത്തെ കണ്ടുകൊണ്ട് അവർ ഭയപ്പെട്ടുപോയി. പലതും കാണുമ്പോൾ ഭയമുണ്ടാകുന്നുണ്ടോ ദൈവവൈതലേ? ഭയപ്പെടേണ്ട. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, ഇറക്കിക്കൊണ്ടുവന്ന ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. സംഹാരകനെ അയച്ച് നിന്നെ വിടുവിച്ച ഒരു ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാ. ഹല്ലേലൂയ. പിന്നെന്ത് സംഭവിച്ചു? അവിടെ വായിക്കുന്നത് they were afraid, അവർ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. വരുന്ന സൈന്യത്തെ കണ്ട്, വരുന്ന മിസ്രൈം സൈന്യത്തെ കണ്ട് അവർ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ അവർ എന്ത് ചെയ്തു? ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പുറപ്പാട് പുസ്തകം 1, 2 ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടു കണ്ടു, അവരുടെ കണ്ണുനീര് കണ്ടു, ഞാൻ ഇറങ്ങി അവരെ വിടുവിക്കുവാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവരുടെ വിഷയങ്ങൾ കേട്ട് ഇറങ്ങി വന്ന് അവരെ ഇറക്കിക്കൊണ്ട് വന്ന ദൈവം ഇപ്പോൾ വായിക്കുന്ന എന്താ? ശത്രുവിനെ കണ്ട് അവർ ഭയപ്പെട്ട് they cried out to the Lord. ഹല്ലേലൂയ. മനസ്സിലാക്കണേ ദൈവവചനം. ശത്രു ചുറ്റും നിൽക്കുമ്പോൾ ആരോടാ കരയേണ്ടത്? ദൈവത്തിന്റെ മുൻപാകെ കരയണം. cried out to the Lord. അവർ നിലവിളിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർക്ക് ബലമില്ല എന്നവർ മനസ്സിലാക്കി. ഹല്ലേലൂയ. അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി. അവരെന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, ദൈവത്തോട് നിലവിളിക്ക്. നിനക്ക് കാര്യം സാധിച്ചു തരേണ്ടത് ദൈവമാ. ശത്രുവിനെ നിനക്ക് വേണ്ടി തോൽപ്പിക്കേണ്ടത് ദൈവമാ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടത് ദൈവമാ. ശത്രുവിനെ നിന്റെ കാൽ കീഴിലാക്കി തരേണ്ടത് ദൈവമാ. ശത്രുവിന്റെ മുൻപാകെ നിനക്ക് മേശയൊരുക്കി തരേണ്ടത് ദൈവമാ. ഇന്ന് കാണുന്ന മിസ്രൈമിനെ നീ മേലാൽ കാണാതിരിക്കണമെങ്കിൽ അത് ദൈവത്തിന് മാത്രമേ നിനക്ക് ചെയ്തു തരുവാൻ കഴിയത്തുള്ളൂ. വചനം മനസ്സിലാക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർക്ക് സാഹചര്യങ്ങൾ ഭയപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. മിസ്രൈം സൈന്യം വളരെ ശക്തമായി പുറകിൽ വരുന്നുണ്ട്. വിഷയങ്ങളൊക്കെ സത്യം തന്നെ. അവർ ചിന്തിച്ചു നോക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ, പിൻകാലങ്ങളിൽ അവരെ പിന്തുടർന്ന ആ അനുഭവങ്ങളൊക്കെ അവരെ ഭയപ്പെടുത്തുന്നു. എന്നാൽ അവർ നിലവിളിച്ചത് യഹോവയായ ദൈവത്തോട് അവർ നിലവിളിച്ചു. നിലവിളിക്കുന്ന ദൈവമൈതലേ, നിന്റെ നിലവിളി കേൾക്കാതെ ദൈവം പോകത്തില്ല. ഒരു വിടുതൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിലവിളിക്കുന്ന ദൈവമൈതലേ, നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് മറികടന്ന് പോകുന്ന ദൈവമല്ല നിന്റെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നഷ്ടമായി പോകുമെന്ന് വിചാരിച്ച് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ ആ സാഹചര്യത്തിൽ നീ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ നിലവിളിയുടെ ശബ്ദത്തിനു വേണ്ടി കാതുകളെ നിന്നോട് അടുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അവൻ നിന്റെ നിലവിളി കേൾക്കാതെ പോകത്തില്ല ദൈവപൈതലേ. ഈ മരുഭൂമിയിൽ ശ്രദ്ധിച്ചേ, ഈ മരുഭൂമിയിൽ നിന്നെ സഹായിപ്പാൻ വേറെ ആരുമില്ല എന്ന് ദൈവത്തിനറിയാം. ഈ മരുഭൂമിയിൽ ഈ മിസ്രൈം സൈന്യത്തെ ഹല്ലേലൂയ നേരിടുവാൻ അവർക്ക് പറ്റത്തില്ല എന്ന് ദൈവത്തിനറിയാം. ഈ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ സഹായിപ്പാൻ മറ്റൊരു രാജ്യങ്ങളും കടന്നു വരത്തില്ല എന്ന് ദൈവത്തിനറിയാം. കാരണം എന്നാ? ഇവർ അടിമത്തത്തില. മറ്റുള്ള രാജ്യങ്ങൾ ഇവരെ ഒരു രാജ്യമായിട്ട് പോലും കണക്കാക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ ആരും ഒന്നും കണക്കാക്കണ്ട. ദൈവം നിന്നെ എന്തൊക്കെയോ കണക്കാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്കൊരു പേര് തന്നിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ജനത്തെ അടിമകളായി കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം അവരെ വിളിച്ചിരിക്കുന്നത് സ്വന്തം ജനമായിട്ടാണ്. എൻ്റെ ജനം. മനസ്സിലാക്കുന്നുണ്ടോ ദൈവമൈതലേ? ഹല്ലേലൂയ. മറ്റുള്ള രാജ്യങ്ങളൊന്നും സഹായിക്കുവാൻ വരത്തില്ല. കാരണം എന്നാ? അവർ അടിമകളാ. എന്നാൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നതോ സ്വന്തം ജനമായി. എൻ്റെ ജനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനമായ നിന്നെ അവൻ വിടുവിക്കുവാൻ ഇറങ്ങി വരത്തില്ലേ? ദൈവത്തിന്റെ സ്വന്തം ജനമായ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സഹായിപ്പാൻ മറ്റ് രാജ്യങ്ങൾ കാണത്തില്ല, സഹായിപ്പാൻ ശക്തന്മാർ കാണത്തില്ല, സഹായിപ്പാൻ വേറെ ആരും നിന്ന് നിനക്ക് പ്രതീക്ഷകൾ കാണത്തില്ല. ഈ വലിയ മിസ്രൈം സൈന്യം നിന്നെ നശിപ്പിച്ച് കളയുമെന്ന് നീ ചിന്തിച്ചു ഭാരപ്പെട്ടേക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണമേ, ഹല്ലേലൂയ, എൻ്റെ സഹായം
ഉറപ്പോട് പറ ദൈവ പൈതലേ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഏത് വിഷയത്തിലാണ് നിനക്ക് സഹായം വേണ്ടിയത്? ഏത് സാഹചര്യത്തിലാണ് നിനക്ക് സഹായം വേണ്ടിയത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാണെങ്കിൽ ഹല്ലേലൂയ, നീ ലജ്ജിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കാരണം സഹായിപ്പാൻ കഴിയാതെ അവന്റെ കരം ചെറുതായി പോയിട്ടില്ല. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാതെ അവൻ ബലഹീനനായി പോയിട്ടില്ല. കേൾക്കാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നീ യഹോവയോട് നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് മനസ്സിലാക്കിക്കേ. They cried out to the Lord. 11ാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചു, യഹോവയോട് നിലവിളിച്ചു. എന്നാൽ 11ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ എന്താ? അവർ മോശയ്ക്കെതിരായി സംസാരിക്കുവാൻ തുടങ്ങി. നോക്കിക്കേ. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമായി വരുന്ന ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? വിടുവിച്ചുകൊണ്ട് വന്ന ഒരു മോശയാ അവർക്ക് വേണ്ടി ഫറവോന്റെ മുൻപിൽ സംസാരിച്ച ഒരു ദൈവപുരുഷൻ അല്ലേ? ഇതുവരെ ആർക്കും തോന്നാത്ത ധൈര്യം കാണിച്ച് ഇതുവരെ ആരും സംസാരിക്കുവാനായിട്ട് കൊട്ടാരത്തിൽ കടന്നു പോയിട്ടില്ല. ഞങ്ങളെ വിട്ടയക്കണമെന്നും ആരാധനയ്ക്കായി ഞങ്ങൾക്ക് കടന്നു പോകണമെന്നും ഈ ജനത്തെ വിട്ടയക്കണമെന്നും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒറ്റ ഒരെണ്ണം പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ ധൈര്യത്തോടെ ദൈവത്തിന്റെ അഭിഷേകത്താൽ, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനാൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനോട് ധൈര്യത്തോടെ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞ ഹല്ലേലൂയ മോശയ്ക്ക് എതിരായി ജനം സംസാരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. മനസ്സിലാക്കണമേ ദൈവ പൈതലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ മോശ അവൻ അവരുടെ വിടുതലിന് കാരണമായെങ്കിലും ഭയത്തിന്റെ മധ്യത്തിൽ, അവരുടെ ജീവിതം നഷ്ടമായി പോകുമെന്നുള്ള ഭയത്തിന്റെ മധ്യത്തിൽ മോശയ്ക്ക് വിരോധമായി അവർ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. എന്താ കാരണം? എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം കൂടെ പറഞ്ഞ്, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഹല്ലേലൂയ. എന്താ അവിടെ വായിക്കുന്നത്? ഹല്ലേലൂയ. because they were 11ാമത്തെ വാക്യത്തിൽ because they were afraid, because they were what did he say? Then they said to Moses, because there were no graves in Egypt, you have taken us away to die in the wilderness. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, മരുഭൂമിയിൽ മിസ്രൈമിൽ എന്തില്ലാഞ്ഞിട്ടാ? ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ മരുഭൂമിയിൽ അല്ലേ? അന്നേരം ഒന്ന് ചിന്തിച്ചു നോക്കി, എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കണമേ. ഈ മിസ്രൈമിൽ കഷ്ടതയും നിന്ദയും അപമാനവും സഹിച്ച് ചാകുവാനും ശവക്കുഴിയിൽ കയറുവാനും തയ്യാറാ. എന്നാൽ ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ച് ഈ മരുഭൂമിയിൽ വന്നെങ്കിൽ, ദൈവം ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഇറക്കിക്കൊണ്ട് വന്നെങ്കിൽ ഈ മരുഭൂമി ഞങ്ങളുടെ ശവകുടീരങ്ങളായി മാറത്തില്ലെന്നുള്ള വിശ്വാസം എന്തായി ജനത്തിനില്ലാത്തത്? വചനമൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. മിസ്രൈമിൽ കടക്കുമ്പോൾ അപമാനവും നിന്ദയും പരിഹാസങ്ങളും വേദനയും സഹിച്ച് മരിക്കുവാൻ തയ്യാറാ. എന്നാൽ ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ച് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ, മരുഭൂമി ഭയമായി മാറിയിരിക്കുകയാണോ? നിന്നെ മരുഭൂമിയിൽ ദൈവം ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ചില വേദനയുടെ, പരിഹാസത്തിന്റെ, നിന്നയുടെ അവസ്ഥയിൽ നിന്ന് നിന്നെ ഈ മരുഭൂമിയിൽ ദൈവം ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചില അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ദൈവ പൈതലേ. ഹല്ലേലൂയ, നീ ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ ദൈവത്തിന് നിന്നെ കാണിക്കുവാനുണ്ട്. മിസ്രൈമിൽ നീ ആയിരുന്ന സാഹചര്യങ്ങളല്ല മരുഭൂമിയിൽ നിന്നെ ദൈവം മരുഭൂമിയിൽ ഇറക്കിക്കൊണ്ട് വന്നത്. അവിടെ കാണിക്കാത്ത ചില അത്ഭുതങ്ങൾ ഈ മരുഭൂമിയിൽ നിന്നെ കാണിക്കണം. ഹല്ലേലൂയ, നിന്നെ മരുഭൂമിയിൽ ദൈവം ഇറക്കിക്കൊണ്ട് വന്നത് ദൈവത്തിന്റെ മന്ന നിനക്ക് നൽകി തരണം. മാറയെ മധുരമാക്കി ദൈവത്തിന് തീർക്കണം. എത്രയോ അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ,
പുറപിറക്കാതെ ഭയപ്പെടാതെ മുൻപോട്ട് നടക്കുക ദൈവ പൈതലേ. നിന്നെ ഇറക്കിക്കൊണ്ട് വന്നവൻ വിശ്വസ്തനല്ലേ? മരുഭൂമി കണ്ട് നീ ഭയപ്പെടേണ്ട. ഈ മരുഭൂമി കണ്ട് നീ ശങ്കിച്ചു പോകേണ്ട. ചുറ്റും നിൽക്കുന്ന ഫറവോനെ സൈന്യത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്നെ ഇറക്കിക്കൊണ്ട് വന്ന ദൈവത്തിന് ചില അത്ഭുതങ്ങൾ നിന്നെ കാണിക്കുവാനുണ്ട്. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ദൈവജനത്തോടും ആത്മാവിൽ ഞാൻ പറയട്ടെ, ഈ മരുഭൂമിയിൽ നിന്നോടൊപ്പം ദൈവമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവം, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, ശത്രുക്കളെ ചിതറിപ്പിച്ച് കളയുവാൻ ബലമുള്ള ഒരു ദൈവം നിന്നോട് കൂടെ ഉള്ളപ്പോൾ നീ ഭയപ്പെട്ടു പോകേണ്ട. മരുഭൂമി നിന്റെ അവസാനമല്ല. മരുഭൂമിയിൽ നീ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. മരുഭൂമി നിന്റെ അവസാനമല്ല. നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് മരുഭൂമിയിൽ വെച്ച് നീ പട്ടുപോകുവാനല്ല. മരുഭൂമിയിൽ നിന്നെ കാണിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളാ, ഇതുവരെയും കാണാത്ത അത്ഭുതങ്ങൾ. ചെങ്കടൽ പിളർക്കുന്നത് നീ കാണും. ഹല്ലേലൂയ. ഫറവോനും സൈന്യവും നിന്നെ തൊടാതെ നഷ്ടമാകുന്നത് നീ കാണും. ഹല്ലേലൂയ. മാറ മധുരമാകുന്നത് നീ കാണും. പാറയെ പിളർന്നു വെള്ളം ഹല്ലേലൂയ പുറപ്പെടുന്നത് നീ കാണും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവഭൈതലേ, എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ബലപ്പെട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ മരുഭൂമിയിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഈ മരുഭൂമിയിൽ ഞാൻ പട്ടുപോകത്തില്ല. എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തൻ, എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം. ഹല്ലേലൂയ. പറ ദൈവ പൈതലേ, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനായ ദൈവം. ഇന്ന് പകൽക്കാല വചനത്തിൽ ഒന്ന് ബലപ്പെട്ടേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സാഹചര്യങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ട. നീ ഇറക്കിക്കൊണ്ട് വന്ന ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പറയട്ടെ, ചില ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ, കുടുംബങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നെ മരുഭൂമിയിലാക്കിയിരിക്കുന്നത് ചില അത്ഭുതങ്ങൾ നിന്നെ കാണിക്കുവാനുണ്ട്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, മരുഭൂമി എന്ന പോലെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ മരുഭൂമിയുടെ അവസ്ഥയിൽ ചില അത്ഭുതങ്ങൾ ദൈവത്തിന് നിനക്ക് കാണിച്ചു തരുവാനുണ്ട്. ഇതുവരെയും അനുഭവിക്കാത്ത അനുഭവങ്ങൾ, ഇതുവരെയും കടന്നു പോകാത്ത സാഹചര്യങ്ങൾ, ഇതുവരെയും നീ കാണാത്ത ചില ഹല്ലേലൂയ കാഴ്ചകൾ ദൈവത്തിന് നിനക്ക് നിന്റെ തലമുറയ്ക്ക് കാണിച്ചു തരുവാനുണ്ട്. ചില ബലത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്. കൈപ്പായ ചില അനുഭവങ്ങൾ മാറ്റി മധുരമാക്കി തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ദൈവവൈതലേ, ഹല്ലേലൂയ. ചില സൗഖ്യങ്ങൾ, ചില വിടുതലുകൾ, ദൈവികമായ നന്മകൾ ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്ക് വേണ്ടി വെച്ചിരിക്കുമ്പോൾ ഈ മരുഭൂമി നിന്നെ വിഴുങ്ങി കളയത്തില്ല. ഈ മരുഭൂമി നിന്നെ നഷ്ടമാക്കി കളയത്തില്ല. നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ദൈവം വിശ്വസ്തനെന്ന് ഹല്ലേലൂയ ഉറപ്പ് പ്രാപിച്ച് ദിനം തോറും മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.